കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടും അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും പരിഹസിച്ചും സ്ത്രീ തൊഴിലാളികളെ അപമാനിച്ചൊരു ഗവൺമെൻറ്റാണ് കടന്നുപോയത്. ഏറ്റവും ഒടുവിൽ അവർക്കത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകൾ അവർക്ക് സമ്മതിക്കേണ്ടി വരികയും 2000 രൂപ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. എന്തായാലും ആദ്യ ക്യാബിനറ്റിൽ പുതിയൊരു ഗവൺമെൻറ് വന്നാൽ UDF ഗവൺമെൻറ് വന്നാൽ ആദ്യ ക്യാബിനറ്റ് നൽകുമെന്ന് സമരപ്പന്തലിൽ നടത്തിയ UDFൻ്റെ ആ പ്രഖ്യാപനം വാഗ്ദാനം ഇന്ന് അത് നടപ്പിലാക്കാൻ ഒരു തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യ പടിയെന്ന നിലയിൽ 3000 രൂപയുടെ വർധന വന്നിരിക്കുന്നു. ഞങ്ങളതിനെ വളരെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ പരിഗണിച്ചതിനെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും 21,000 രൂപ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് നടന്നെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഇന്നത്തെ ഈ വർധനവ് കാണിക്കുന്നത്. ഇത് കേവലം ആശമാർ മാത്രം നടത്തിയൊരു സമരമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നാകെ കയ്യിൽ വെള്ളയിൽ വെച്ച് കരുതലോടെ കാത്തു പുലർത്തിയതാണ്. അതുകൊണ്ടാണ് വലിയ പെരുമഴയത്തും വെയിലത്തും കാറ്റത്തും ഒക്കെ ഞങ്ങൾക്ക് ഈ തെരുവിൽ വളരെ ധൈര്യപൂർവ്വം സ്ത്രീകൾക്ക് കഴിയാൻ പറ്റിയത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് സമരം അവസാനിപ്പിച്ചു പോയ ആളുകളാണ് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് ജനങ്ങൾ ചെയ്തു തന്ന, നാട്ടുകാർ ചെയ്തു തന്ന സൗകര്യത്തിലാണ്, വളരെ പരിമിതമായ സൗകര്യത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്.